നമസ്കാരം. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ 500 കോടി രൂപയുടെ അഴിമതി കേസിലെ പ്രതികളെ വിചാരണ ചെയ്യാൻ പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിൽ കേരള ഹൈക്കോടതിയുടെ കടുത്ത വിമർശനം നേരിട്ടിട്ടും കേസിലെ പ്രതിയായ KA രതീഷിന് ഉന്നത പദവികളിൽ തുടരാൻ അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഖാദി ബോർഡ് സെക്രട്ടറിയായും റൂട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്തും രതീഷിനെ തുടരാനാണ് സർക്കാർ അനുവദിച്ചത്. കോടികളുടെ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയ ഒരാളെ ഉന്നത പദവിയിൽ തുടരാൻ അനുവദിക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാർ ഇയാൾക്ക് സംരക്ഷണം ഒരുക്കുകയാണെന്നാണ് വിമർശനം. ഖാദി ബോർഡിന് കീഴിലുള്ള നിരവധി സഹകരണ സംഘങ്ങളുടെയും സൊസൈറ്റികളുടെയും രജിസ്ട്രാറായി ഖാദി ബോർഡ് സെക്രട്ടറിക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനാൽ മുതിർന്ന റാങ്കിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ നിയമിക്കണമെന്നാണ് ചട്ടം. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത 60 വയസ്സ് കഴിഞ്ഞ KA രതീഷിനെ ഈ ചട്ടം ലംഘിച്ചാണ് നിയമിച്ചിരിക്കുന്നത്. 500 കോടി രൂപയുടെ അഴിമതി നടന്നതായി CBI കണ്ടെത്തിയ സമീപകാലത്തെ കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസാണിത്. CBI വിജിലൻസ് കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട രതീഷിന് പുതിയ ഉയർന്ന പദവികൾ നൽകുന്നത് നേരത്തെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മുൻ MD KA രതീഷിനും മുൻ ചെയർമാനും INTUC നേതാവുമായ A ചന്ദ്രശേഖരനുമെതിരെയാണ് കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചത്. 10 വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ 2020-ലാണ് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ KA രതീഷിനും A ചന്ദ്രശേഖരനുമെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുന്നതിന് സർക്കാർ ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് കൊണ്ടാണ് സർക്കാരിന്റെ അനുമതി ആവശ്യമായി വരുന്നത്. പ്രോസിക്യൂഷൻ അനുമതി നൽകണമെന്ന് കോടതി 3 വട്ടം പറഞ്ഞിട്ടും സർക്കാർ അനുവദിച്ചില്ല. ഇതേ തുടർന്ന് കോടതി അലക്ഷ്യ ഹർജിയുമായി ഹർജിക്കാരനായ കടകംപള്ളി മനോജ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കേരളത്തിൽ മുന്നണികൾ തമ്മിൽ വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോഴാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന അന്തർധാരയും അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ധ്വനിപ്പിക്കുന്ന ചോദ്യം കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അഴിമതിക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നാണ് കോടതി ചോദിക്കുന്നത്. സർക്കാർ അഴിമതിക്കാർക്കൊപ്പം നീങ്ങുകയാണ്. എന്തിനാണ് ഈ വ്യക്തികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് ഇതിന് പിന്നിലെന്നും കോടതി ചോദിച്ചു. അഴിമതിക്കാരെ സംരക്ഷിക്കില്ല എന്നായിരുന്നു സർക്കാരിനെ കുറിച്ചുള്ള ധാരണ. 2 പ്രതികളെയും സർക്കാർ എന്തിനു സംരക്ഷിക്കുന്നു എന്ന ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു. അങ്ങേയറ്റം മോശമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചതെന്നും ഹൈക്കോടതി വിമർശിച്ചു. ഈ കേസിൽ ഇത് ആദ്യമായല്ല കോടതി സർക്കാരിനെ വിമർശിക്കുന്നത്. പുതിയ തെളിവുകളില്ലെന്ന ന്യായം നേരത്തെ സർക്കാർ ബോധിപ്പിച്ചപ്പോൾ തുടരന്വേഷണം നടത്താതെ എങ്ങനെ പുതിയ തെളിവ് കിട്ടുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. സർക്കാർ ഇക്കാര്യം മനസ്സിരുത്തി വിലയിരുത്തിയിട്ടില്ലെന്നുകൂടി അന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് J മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരിക്കെ പ്രോസിക്യൂഷൻ അനുമതിക്ക് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് ഫയൽ നീങ്ങുകയും ചെയ്ത ശേഷം ഉന്നത ഇടപെടൽ ഉണ്ടായതോടെയാണ് കശുവണ്ടി അഴിമതി കേസിലെ സർക്കാരിന്റെയും CPM-ന്റെയും കരണമറച്ചിൽ തുടങ്ങുന്നത്. തുടർന്ന് 2 തവണ കൂടി അനുമതി നിഷേധിച്ചു. 2020 ആദ്യം അനുമതി നിഷേധിച്ചപ്പോൾ CBIയുടെ അപേക്ഷ പുനഃപരിശോധിച്ച 3 മാസത്തിനകം സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. ഈ ഉത്തരവിനെതിരെ ചന്ദ്രശേഖരനും രതീഷും സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനുള്ള കാരണമില്ലെന്നും പറഞ്ഞു തള്ളി. എന്നിട്ടും 5 വർഷമായി വിചാരണയെ തടുത്തു നിർത്തുകയാണ് സംസ്ഥാന സർക്കാർ. CIT ജനറൽ സെക്രട്ടറി എളമരം കരീം അടക്കമുള്ളവരുമായി അമിതമായ സൗഹൃദം പുലർത്തുന്നുവെന്ന പഴി കോൺഗ്രസിൽ കേൾക്കുന്നയാളാണ് ചന്ദ്രശേഖരൻ. കരീം വഴി മുഖ്യമന്ത്രിയുമായി ഇദ്ദേഹം സ്ഥാപിച്ച ബന്ധവും സ്വന്തം പാളയത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ആശാസമരത്തിൽ INTUC ആദ്യം എടുത്ത നിലപാട് ഇതുമായി ചേർത്ത് വായിക്കപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വം തിരുത്താൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ഈ പശ്ചാത്തലത്തിലാണ് CBI കണ്ടെത്തിയ കോൺഗ്രസുകാരന്റെ അഴിമതി യഥാർത്ഥ അഴിമതിയല്ലെന്ന് CPM-ന്റെ സർക്കാർ കോടതിയിൽ വാദിക്കുന്നത് ചർച്ചയായി മാറുന്നത്.